ഇവിടെ ഇതാ ഒരു പാൽച്ചേമ്പ് ഒന്ന് പറിച്ചു നോക്കട്ടെ എന്താ സ്ഥിതി എന്ന് അറിയില്ല. ഇവിടെ വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്. വെള്ളം വരുന്നു, പൈപ്പിലൂടെ വെള്ളം ഇതിലൂടെ പോകുന്നുണ്ട്. അപ്പൊ ഉണ്ടാവുക നോക്കട്ടെ. ഇതിന്റെ കോലം കണ്ടിട്ട് നല്ലോണം വിത്ത് വേണം. ഞാനങ്ങ് വെളിച്ചെടുത്ത് നോക്കട്ടെ. നല്ല പൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പൊട്ടിപ്പോവുക ചെയ്ത്. തേനുണ്ടോ? തിന്നുപോയോ? നോക്കട്ടെ, കൈക്കോട്ടിട്ട് നോക്കട്ടെ. ഉണ്ട് ഗൈസ്, ഉണ്ട്. ഇതാ ഒന്ന് പൊട്ടിപ്പോയി, എന്നോടല്ല പൊട്ടിപ്പോയതാ. 2 3 ഉണ്ട്. നന്നായിട്ടുണ്ട് തോന്നി. ഇത് വേറെന്തോ ഇതെന്താ? എന്റെ ഇതെന്താ? ഇതിന്റെ വിത്ത 4 5 അതാ ഇവിടെ ഒക്കെ കൊണ്ട്. ഇതാ 6 ഉണ്ട്. 6 7 പൊട്ടി പോയ 9 ഇവിടെ നനവുള്ള കഴിഞ്ഞു തോന്നുന്നേ. അവിടെ ഉണ്ട്. ഇതൊന്ന് വരച്ചു നോക്കട്ടെ. കുറെ അടിയാതിലെ തളർന്നു. കഴിഞ്ഞു. ആ കുഴിയിൽ തന്നെ ഇത് നടാൻ പോവുക. കത്തി എടുത്തില്ല, കൈക്കോട്ട് കൊടുത്താ ഇറങ്ങിയത്. അതുകൊണ്ട് ഇതിനോട്ട് അങ്ങ് വെക്കട്ടെ. കത്തി എടുക്കാത്തത് കൊണ്ട് എന്താ ഇതിന് ആ കുഴിയിൽ തന്നെ അങ്ങ് നടുക. നടുന്ന് കാണിച്ചു തരാം. എടുക്കട്ടെ. ഒറ്റ മരത്തിൽ നിന്ന് കിട്ടിയതായത്. ഇത് നമുക്ക് വേറെ നട. ഇത് നമുക്ക് തോരൻ വെക്കും ചെയ്യാം. ഒരു പാൽച്ചേമ്പെന്ന് കിട്ടിയത്. അത് കിലോന് നല്ല പൈസയപ്പ് തിന്നു. എന്നോട് കുറച്ച് പൊട്ടിയും പോയി. ഇത് നമുക്ക് തോരൻ വെക്കാം. ഇതിൽ ഇനിയുണ്ട്. ഇതാ കൂട്ടുകറി ഇത്ര കിട്ടി ഒരു മരത്തിൽ നിന്ന്. ഇതാ ഇത് നമുക്ക് തോരൻ വെക്കാം. ഇത് പുഴുങ്ങി തിന്നാ. ഇനി ഞാനേ ഒന്നും കൂടെ അങ്ങ് നടട്ടെ ആ കുഴിയില്. അതിന്റെ എന്തിനും വേണം അടിയിൽ കുറച്ച് ചപ്പ്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അടിച്ചു വാരി ഇങ്ങോട്ട് കൂട്ടിക്കാനാ. അടിയിലങ്ങ് ഇട്ടാല് വെള്ളം അങ്ങ് നിന്നോളും. ഇവിടെ കല്ലും അതിലിങ്ങ് ഇറക്കി വെക്കും. ഒരു എളുപ്പമുള്ള സ്ഥലമല്ല. ഇടുക്ക
ഓ ഇവിടെയുണ്ട്. ഇത് ഇവിടെ അങ്ങ് വളർന്നോളും, നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. അടിയിൽ വളം ഇട്ടിന്, വളം എന്ന് പറഞ്ഞാൽ ചപ്പ്, നല്ലൊരു വള. ഈ മണ്ണുമായി പുളിമുറിയിലെ പൈപ്പ് ഈ വഴി കൂടെ അങ്ങനെ പോകുമ്പോൾ നനവും കിട്ടും. അങ്ങനെ നടലും കഴിഞ്ഞ് പുഴുങ്ങാനും കിട്ടി, തോരനും കിട്ടി. ഇനി എല്ലാവരും ഇങ്ങനെയൊക്കെ നടാൻ നോക്കുക. ഗൈസ്, ഞാനില്ലേ ഈ ചേമ്പ് നട്ടത് തണലത്താ. ഇതിവിടെ വെളിച്ചം തന്നെയല്ല, ഇവിടെ നോക്ക്. ഇത് ബട്ടർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അത് ജാതി മരം. അവിടെ റംബൂട്ടാൻ. മൊത്തത്തിൽ ഇവിടെ ഒരു ഇരുട്ടാ. അതിന്റെ ഇടയിൽ കൂടെയാണ് ഒരു പാൽച്ചേമ്പ് എനിക്ക് ഇത്രയും വിത്ത് തന്നത്. നോക്ക് എത്രയാണുള്ളത്. ഒരു മരട് പറിക്കണം വിചാരിച്ച് വന്നൊന്നും അല്ലായിരുന്നു. ഞാൻ വേറെ ആവശ്യത്തിന് താഴെ ഇറങ്ങിയതാ. ഇതെല്ലാം ഒരു മരത്തിൽ നിന്ന് കിട്ടിയതാ. അപ്പൊ പാൽച്ചേമ്പിന് അത്ര അങ്ങോട്ട് സൂര്യപ്രകാശം കിട്ടിക്കോളന്നൊന്നും ഇല്ല കേട്ടോ. അതിൽ നിന്ന് മനസ്സിലാകുന്നു ഇപ്പൊ അതല്ലേ. എന്താ ഇത്ര കിട്ടി. ഇത് നമുക്ക് നല്ലൊരു തോരനുണ്ട്. ഇതിന് ബാക്കി ഭാഗം ഞാൻ നട്ട്. ഇത് പുഴുങ്ങ ഞാൻ പറിച്ചയിൽ വന്നു പോയ കൊത്തല് പറ്റിപ്പോയതാ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. പുഴുങ്ങാൻ ഒരുങ്ങട്ടെ. ഒന്ന് കഴുകി ചെത്തി വൃത്തിയാക്കട്ടെ. തൊലി ചെത്തി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഉപ്പും. ഇനി വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നറിയാന്. നല്ല സൂപ്പർ ടേസ്റ്റാ. നമ്മൾ ഉണ്ടാക്കിയ കാപ്പിപ്പൊടി കൊണ്ടുള്ള കാപ്പിയും നമ്മൾ നട്ടു വളർത്തിയ പാൽച്ചേമ്പും കൂടി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം ഉണ്ടല്ലോ, ഇരട്ടി മധുര. കഴിക്കട്ടെ.